ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSCയുടെ ഇന്ന് നടന്ന കൊല്ലം ജില്ല, കണ്ണൂർ ജില്ലയുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ഒരു എക്സാം അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായിട്ടുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി മാൽദീവ്സ് ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഓപ്ഷൻ ഡി VP മേനോനാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇതിനകത്തിൽ 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനും യോഗക്ഷേമ സഭയും VT ഭട്ടതിരിപ്പാട് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം റോങ് ആണ്. ഇപ്പോൾ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നമുക്ക് മാർക്കേണ്ടത്. 2ഉം 4ഉം മാത്രം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? 2. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണായക കമ്മീഷനെ നിയമിക്കുന്നതാണ്? 3. പഞ്ചാബും ബംഗാളും രണ്ടായിട്ട് വിഭജിക്കുന്നതാണ്? 4. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്? അഞ്ചാമത്തത് എ ഓപ്ഷനായിട്ടുള്ള 1 മാത്രം എന്നുള്ളതാണ് വരുന്നത്. എ ഓപ്ഷൻ. ഉൾപ്പെടാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് 1 മാത്രമാണ്. ബാക്കി 2ഉം 3ഉം 4ഉം ശരിയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി 11-ാമൻ. 2. എനിക്ക് ശേഷം പ്രളയം ലൂയി 15-ാമൻ. 3. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ മേരി ആൻ്റോയിനറ്റ്. ഇതിൽ ശരിയായ ഉത്തരം ആയിട്ട് വരുന്നത് 2ഉം 3ഉമാണ്. ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി 11-ാമൻ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് ആറാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷനായിട്ട് വരുന്നത് ബി ഓപ്ഷൻ. 2ഉം 3ഉം ശരി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ഓപ്ഷനായിട്ടുള്ള ഗോദാവരിയാണ് വരുന്നത്. സി ഓപ്ഷൻ ഗോദാവരി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈം മെറീഡിയനിൽ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? എട്ടാമത്തത് ഡി ഓപ്ഷൻ ഗ്രീൻവിച്ച് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഗ്രീൻവിച്ച്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഒഡീഷയാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, ത്രിപുരയിലൂടെയെല്ലാം ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. പത്താമത്തെ ക്വസ്റ്റ്യൻ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്ത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് എവിടെയാണ്? പത്താമത്തത് സി ഓപ്ഷനായിട്ടുള്ള തെക്കേ അമേരിക്കയാണ് വരുന്നത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് തെക്കേ അമേരിക്ക. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ലൂ ആണ് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ ബി ലൂ. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ
റോഡ് ടണൽ ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആയിട്ടുള്ള തൃശ്ശൂരാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ തൃശ്ശൂർ കുതിരാൻ ടണലാണ് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 13 സി ഓപ്ഷൻ, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. 13 സി ഓപ്ഷനാണ് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും ഉള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. 14 സി ഓപ്ഷനാണ്. ഗ്രാമീണ അസമത്വം എന്നുള്ളതാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന. 15ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക പരിഷ്കരണ അനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അഥവാ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, 2 കുറഞ്ഞ വേതന നിരക്ക്, 3 ദാരിദ്ര്യം, 4 തൊഴിൽ ഇല്ലായ്മ. 15ാമത്തത് വരുന്നത് സി ഓപ്ഷനായിട്ടുള്ള 1ഉം 2ഉമാണ്. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കും. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 16 ബി ഓപ്ഷനാണ് വരുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക്. 16ാമത്തത് ബി ഓപ്ഷൻ, ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത ഏതാണ്? 17 ഡി ഓപ്ഷനായിട്ടുള്ള പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. 17ാമത്തെ ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ് വരുന്നത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? എ ചെയർപേഴ്സൺ സ്ഥാനമലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ബി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. സി വിദഗ്ധ ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുന്നു. ഡി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് ചോദിച്ചുകൊണ്ട് 18ാമത്തത് ഡി ഓപ്ഷനാണ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? 19 എ ഓപ്ഷനാണ് വരുന്നത്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 19 എ ഓപ്ഷൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? എ 1 സ്ത്രീകൾക്കും കുട്ടികൾക്കും, 2 വ്യവസായശാലയിലെ തൊഴിലാളികൾക്ക്, 3 ഭിന്നശേഷിക്കാർ. ഈ 3 വിഭാഗത്തിനും നൽകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? 1 വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. 2 ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3 12 മൗലിക കർത്തവ്യങ്ങൾ ആണ് ഉള്ളത്. 21 എ ഓപ്ഷൻ, ഒൺലി 1 and 2 എന്നുള്ളതാണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 22ാമത്തത് 1ാമത്തെ പ്രസ്താവന വായിക്കാം. സഭയിൽ പ്രധാനമായിട്ടും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2 നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3 അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ളതായിരുന്നു. 22 എ ഓപ്ഷൻ, ഒൺലി 2 and 3 എന്നുള്ളതാണ് വരുന്നത്. 1ാമത്തത് സഭയിൽ പ്രധാനമായിട്ടും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെറ്റാണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായതേത് എന്ന്? 1ാമത്തത് നിർദ്ദേശക തത്വങ്ങൾ, 2 മൗലിക അവകാശങ്ങൾ, 3 നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ. 23 വരുന്നത് സി ഓപ്ഷനാണ്, ഒൺലി 2 and 3.
അതായത് മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുമാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ളത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? വായിക്കാം. ഒന്നാമത്തേതായിട്ട് അർദ്ധ ഫെഡറൽ സമ്പ്രദായം, 2 കേവല ഭൂരിപക്ഷ സമ്പ്രദായം, 3 നിയമനിർമ്മാണ പ്രക്രിയ. 24 ബി ഓപ്ഷനാണ് വരുന്നത്, ഒൺലി 2 and 3. 24ാമത്തത് ബി ഓപ്ഷനായിട്ടുള്ള ഒൺലി 2 and 3 ആണ് വരുന്നത്. 25ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 1 സഞ്ചാര സ്വാതന്ത്ര്യം, 2 വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 25 വരുന്നത് ബി ഓപ്ഷനാണ്, ഒൺലി 1 and 3. 26ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങൾ ആണുള്ളത്. 2 സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 3 ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 26 വരുന്നത് ഡി ഓപ്ഷനാണ്, ഒൺലി 2 and 3. ഒൺലി 1 and 2 എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഒൺലി 1 and 2. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് എന്നുള്ളത് തെറ്റാണ്. 27ാമത്തെ ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 27 പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തത്, ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. 2 ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. 3 കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. 27 വരുന്നത് എ ഓപ്ഷനാണ്, ഒൺലി 1 and 3. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകൾ സീറ്റുകളും തുല്യമായിരിക്കുമെന്നുള്ളത് തെറ്റാണ്. 28ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റംഗങ്ങളും തുല്യ അധികാരങ്ങളാണുള്ളത്. 3 അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. 28ാമത്തത് വരുന്നത് ഡി ഓപ്ഷനാണ്, ആൾ ഓഫ് ദ എബവ്. 29ാമത്തെ ചോദ്യം നോക്കുമ്പോൾ ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. 1 ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2 ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. 3 പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 29 വരുന്നത് ഡി ഓപ്ഷനാണ്, ഒൺലി 1 and 2. അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1 പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 30ാമത്തെ ചോദ്യത്തിന് സി ഓപ്ഷനായിട്ടുള്ള ഒൺലി 1 and 3 എന്നുള്ളതാണ് വരുന്നത്. 30 സി ആണ്. 31ാമത്തെ നോക്കാം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 31ാമത്തത് പ്രസ്താവനകൾ വായിക്കുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. 2 ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3 രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. 31 സി ഓപ്ഷനാണ് വരുന്നത്, ആൾ ഓഫ് ദ എബവ്. 31ാമത്തെ ചോദ്യത്തിന് സി ഓപ്ഷൻ. 32ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതും സംസ്ഥാനത്തെ ഗവർണറാണ്. 2 മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 3 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. 32 ഡി ഓപ്ഷനാണ് വരുന്നത്, ഒൺലി 1 and 2 എന്നുള്ള ഡി ഓപ്ഷനാണ് 32ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. 33ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 2 ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. 3 സംസ്ഥാന ഭരണനിർവഹണ ബില്ലിൻ്റെ
ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. 33ാമത്തത് എ ഓപ്ഷനാണ് വരുന്നത്. only 1 and 3 എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? 34 സി ഓപ്ഷൻ ശരീര താപനില. 34ാമത്തത് സി ഓപ്ഷനായിട്ടുള്ള ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ്. 35ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? 35ാമത്തത് എ ഓപ്ഷനായിട്ടുള്ള ഓസ്റ്റിയോപോറോസിസ് ആണ് കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. 36ാമത്തെ ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? 36ാമത്തത് ബി ഓപ്ഷനായിട്ടുള്ള മഴക്കാടാണ് വരുന്നത്. 37ാമത്തെ ചോദ്യം നോക്കാം. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? 37 സി ഓപ്ഷനായിട്ടുള്ള അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പ് സി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. 38ാമത്തെ ചോദ്യം. ജനിതക എഡിറ്റിംഗ് സാങ്കേതികങ്ങളായ ക്രിസ്പർ CAS 9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? 38ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ് ക്യാൻസർ ചികിത്സയാണ് വരുന്നത്. 38 ബി ആണ് ക്യാൻസർ ചികിത്സ. അടുത്ത 39ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 39 സി ഓപ്ഷനായിട്ടുള്ള അയോട്ട. ഏറ്റവും വലിയ ധമനി അയോട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? 40ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ഓപ്ഷൻ. ബി ഓപ്ഷൻ ഈഡിസ് ഈജിപ്റ്റി. 41ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? WHO ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 42ാമത്തെ ചോദ്യം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതായത് ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 2. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 3. കേന്ദ്രത്തിൽ അതായത് ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്, അത് ശരിയാണ്. 3ാമത്തത് ശരിയാണ്. അപ്പോൾ 42ാമത്തത് ശരിയായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്. 1 and 3 എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. 42 സി ഓപ്ഷൻ. 43ാമത്തെ ചോദ്യം വായിക്കാം. എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം അതായത് h/2 ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 43 ഡി ഓപ്ഷൻ 1:1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 44ാമത്തെ ചോദ്യം. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ വായു കഴിഞ്ഞ് ശുദ്ധജലം, അതും കഴിഞ്ഞ് സമുദ്രജലം, അതായത് 44 എ ഓപ്ഷനാണ് വരുന്നത്. 2, 1, 3. 44ാമത്തെ ക്വസ്റ്റ്യൻ എ ഓപ്ഷൻ 2, 1, 3. 45ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സൗരമിഷനായിട്ടുള്ള ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനം ആണ്? 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് 1%. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ സൗരോർജ വികസനത്തിന് ആയിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏത്? 1. NSM, 2. NLCIL, 3. NISC. 46ാമത്തത് സി ഓപ്ഷനാണ് വരുന്നത്. 2 മാത്രം എന്നുള്ളതാണ്. 47ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉത്പ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? 47 സി ഓപ്ഷനാണ് വരുന്നത്. അമോണിയ നിർമ്മാണ പ്രക്രിയയിലാണ്. 48ാമത്തെ ചോദ്യം. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിര് ആണ് എന്നാണ്? 48 ഡി ഓപ്ഷൻ സിങ്ക് ആണ്. സിങ്ക് കലാമിൻ. 49 താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്.
സി. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡി. ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് മൂലകമാണ് സിങ്ക്. 49 സി ഓപ്ഷൻ. അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. 49 സി ഓപ്ഷനാണ് വരുന്നത്. 50-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? 50-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ഓപ്ഷനായിട്ടുള്ള ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ബാംഗ്ലൂരാണ് ആരംഭിച്ചത്. 51-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ്റെ റോവർ? 51 ഡി ഓപ്ഷനാണ്, പ്രഗ്യാനാണ് വരുന്നത്. റോവർ പ്രഗ്യാനും ലാൻഡർ വിക്രമും. അടുത്തത് 52-ാമത്തെ ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം ഏത്? 52 ഡി ഓപ്ഷനായിട്ടുള്ള മിഴാവാണ് വരുന്നത്. കൂത്തിന് മിഴാവാണ് ഉപയോഗിക്കുന്നത്. 53-ാമത്തെ ചോദ്യം, 1923 രചിക്കപ്പെട്ട ഭൂത രായർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? 53 ബി ഓപ്ഷൻ, രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് വരുന്നത്. 54-ാമത്തെ ചോദ്യം, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടതാണ്? 54 സി ഓപ്ഷൻ, കഥകളിയാണ് വരുന്നത്. 55-ാമത്തെ ചോദ്യം, മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? 55 എ ഓപ്ഷനാണ്, ആറ്റൂർ രവിവർമ്മ. 56-ാമത്തെ ചോദ്യം, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? 56 ഓപ്ഷൻ ബി, 1973. 57-ാമത്തെ ചോദ്യം, 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 57-ാമത്തത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇന്തോനേഷ്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 58-ാമത്തെ ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 58-ാമത്തെ ചോദ്യം സി ഓപ്ഷനായിട്ടുള്ള പ്രിയ AS ആണ് ഉത്തരം വരുന്നത്. പ്രിയ AS. 59-ാമത്തെ ചോദ്യം, സെൻസിറ്റീവായിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഇത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഫിഷിംഗ് ആണ്. 59 സി ഓപ്ഷൻ, ഫിഷിംഗ് ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 59 സി ഓപ്ഷൻ, ഫിഷിംഗ്. അടുത്തത് 60-ാമത്തെ ക്വസ്റ്റ്യൻ, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? 60 ഡി ഓപ്ഷൻ, റൂട്ടറാണ് വരുന്നത്. 61-ാമത്തെ ചോദ്യം, ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? 61 എ ഓപ്ഷൻ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്തത് 62-ാമത്തെ ചോദ്യം, DAAM അതായത് ഡാം ഒരു ഡാഷ് ആണ്. 62 ഡാം ഒരു മാൽവെയർ ആണ്. ബി ഓപ്ഷൻ, മാൽവെയർ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 63-ാം ചോദ്യം, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? 63 ഓപ്ഷൻ സി, ഓഗ്മെൻറ്റ് റിയാലിറ്റി. 64-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? 64 ബി ഓപ്ഷനാണ്, ചൂഷണത്തിനുള്ള അവകാശം. 65-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇതിൽ വ്യക്തമാക്കുന്നു. ഏതിലാണ്? 65 എ ഓപ്ഷനായിട്ടുള്ള 1990 ദേശീയ വനിതാ കമ്മീഷൻ്റെ നിയമത്തിൻ്റെ 10-ാം വകുപ്പാണ്. 66 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്ക് ആകും? 66 എ ഓപ്ഷൻ, മജിസ്ട്രേറ്റ് ആണ്.
67ാമത്തെ ചോദ്യം 2005 വിവരാവകാശ നിയമത്തിൽ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. 67 ഡി ഓപ്ഷനായിട്ടുള്ള മുകളിൽ പറഞ്ഞവ എല്ലാം. ഞാൻ പ്രസ്താവനകൾ വായിക്കാം. എ. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന. ബി. രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാൻ. സി. മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാൻ. അപ്പോൾ ഈ 3 കാര്യത്തിനും വിവരാവകാശ നിയമത്തിൻ്റെ 2-ാം വകുപ്പിൽ പറയുന്ന അവകാശത്തിൽ പെടുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 68ാമത്തെ ചോദ്യം നോക്കാം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 68 വരുന്നത് ബി ഓപ്ഷൻ 30 ദിവസമാണ്. 69 പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 69 എ ഓപ്ഷൻ 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ വരുന്നുണ്ട്. അടുത്തത് 70ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ്റെ 2024 അധ്യക്ഷൻ ആരാണ്? 70ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ഓപ്ഷൻ രേഖാ ശർമ്മ. 71ാമത്തെ ചോദ്യം മാത്സ് ആണ് വരുന്നത്. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട്? 71 ബി ഓപ്ഷൻ 3 വശങ്ങളാണ് ഉള്ളത്. മാത്സൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്തു നോക്കുക, ഉത്തരം കിട്ടുന്നതാണ്. 72ാമത്തെ ചോദ്യം. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? 72 വരുന്നത് സി ആണ്, 1800 ഡിഗ്രിയാണ്. 1800 ഉത്തരം വരുന്നത്. 73ാമത്തെ ചോദ്യം. 2, 5, 8 എക്സെട്ര എന്നീ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? 73ാമത്തത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 17 ഉത്തരം വരുന്നത്. 17ൻ്റെ വർഗ്ഗമാണ് 2500. 17ാം പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. 74ാമത്തെ ചോദ്യം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്രയാണ്? 74 ബി ഓപ്ഷൻ 4160 രൂപയാണ്. 75ാമത്തെ ചോദ്യം. 2.5യുടെ സ്ക്വയർ മൈനസ് 1.5യുടെ സ്ക്വയർ, ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിട്ടുള്ള 4 ഉത്തരം ലഭിക്കുന്നത്. 75ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി. 76ാമത്തെ ചോദ്യം നോക്കാം. 1 × 2, 2 × 3, 3 × 4 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്? ഇക്വേഷൻ ഇട്ടൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 76ാമത്തത് സി ഓപ്ഷനാണ് വരുന്നത്, 440 വരുന്നത്. അടുത്തത് 77ാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ അതിൽ വലിയ കോൺ എത്രയാണ്? 77ാമത്തത് വരുന്നത് ബി ഓപ്ഷൻ 144 വരുന്നത്, 144. 77 ബി ഓപ്ഷൻ 144. 78ാമത്തെ ചോദ്യം. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്രയാണ്? 78 സി ഓപ്ഷനാണ് വരുന്നത്, സി ഓപ്ഷൻ 80. 79ാമത്തെ ചോദ്യം. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും? 79 ഡി ഓപ്ഷനാണ്, 12 മടങ്ങായിട്ട് വർദ്ധിക്കും. 80ാമത്തെ ചോദ്യം. ചിത്രത്തിൽ ആർക്ക് എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 50 ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നത്. 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 81ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ തൊട്ട് ഇംഗ്ലീഷാണ് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിങ്സ്. 81 ബി ഓപ്ഷൻ
ആൻഡ് കർച്ചീഫ്സ് എന്നുള്ളതാണ് വരുന്നത് പ്രൊവിഷണലി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ സിയും കറക്റ്റാണ്. അടുത്തത് 82ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാങ്കർ പോളിസി? 82 ഡി ഓപ്ഷനാണ് വരുന്നത്. എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതർ ഫ്രം എൻജോയിങ് സംതിങ്. 83 സ്പോട്ട് ദ എറർ. ആൾദോ ഹീ ലെഫ്റ്റ് ഹോം എയർലി. ബി പാർട്ടായിട്ട് ബട്ട് ഹീ. സി പാർട്ട് റീച്ചഡ് സ്കൂൾ ലേറ്റ്. ഡി നോ എറർ. ഇതിൽ വരുന്ന തെറ്റ് ഏത് ഭാഗത്താണ് വരുന്നത്? 83ാമത്തെ ചോദ്യത്തിന് ബി ഓപ്ഷനാണ് വരുന്നത്. ബട്ട് ഹീ എന്നുള്ളതാണ്. ഇതിൽ ബട്ട് വേണ്ടായിരുന്നു, വെറും ഹീ എന്ന് ചേർത്ത് മാത്രം സെൻറ്റൻസ് പൂർത്തീകരിച്ചാൽ മതിയായിരുന്നു. അടുത്തത് 84ാമത്തെ ചോദ്യം. ഫാസിമിൽ മീൻസ് 84 ഫാസിമിൽ മീൻസ് ബി എക്സാക്റ്റ് കോപ്പി എന്നുള്ളതാണ്. 85ാമത്തെ ചോദ്യം. നവീൻ സഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ട് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. 85ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ഓപ്ഷനാണ്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 86ാമത്തെ ചോദ്യം. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ്, ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. 86ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് സി ഓപ്ഷൻ ഡിഡ് ദേ. അടുത്തത് 87ാമത്തെ ചോദ്യം. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്താണ്? ഓപ്ഷൻ ബി റാറ്റാണ് വരുന്നത്. 87ാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 88ാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. 88ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ് എന്നുള്ളതാണ് വരുന്നത്. ഹീ ഈസ് ബീയിങ് 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹീ ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. അക്യൂസ്ഡ് ഓഫ് ആണ് നമുക്കറിയാം. 89ാമത്തത് എ ഓപ്ഷൻ ഓഫ്, അക്യൂസ്ഡ് ഓഫ്. 90ാമത്തെ ചോദ്യം. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ് ചേഞ്ച് ദ വോയിസ്. 90ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് സി ആണ്. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. 90 സി ഓപ്ഷനാണ് വരുന്നത്. 91 തൊട്ട് മലയാളമാണ് വരുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? 91ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് വരുന്നത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് എന്നുള്ള ഓപ്ഷൻ സി ആണ് വരുന്നത്. 92ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? 92 എ ഓപ്ഷൻ സ്വാമികളാണ് ഉത്തരം വരുന്നത്. 93 വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? 93 എ ഓപ്ഷൻ വൈദികം. 94ാമത്തെ ചോദ്യം. ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? 94 ബി ഓപ്ഷനാണ് വരുന്നത്. ശാശ്വതം. അടുത്ത 95ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? 95ാമത്തെ ചോദ്യം എ ഓപ്ഷനാണ് വരുന്നത്. നിലാവിൻ്റെ പര്യായ പദമായിട്ടാണ് ചന്ദ്രികയും കൗമുദിയും ഒക്കെ വരുന്നത്. 96ാമത്തെ ചോദ്യം. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. 96ാമത്തെ ചോദ്യം എ ഓപ്ഷനാണ്. മുഴുവനും കൊള്ളയടിക്കുക എന്നുള്ളതാണ്. 96 എ. 97ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. 97 സി ഓപ്ഷനായിട്ടുള്ള ഭഗവത്ഗീത എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 98ാമത്തെ ചോദ്യം. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? 98 എ ഓപ്ഷൻ വിൺ പ്ലസ് തലം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. 99 തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദങ്ങൾ ഏത്? 99 സി ഓപ്ഷനായിട്ടുള്ള തലയിലെ വേദന എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. തലയിലെ വേദന. 100ാമത്തെ ചോദ്യം. ചന്ദനം എന്ന വാക്കിന് സമാനമായിട്ടുള്ള പദം ഏത്?
100 ബി ഓപ്ഷനാണ് വരുന്നത്. മാലേയം. 100 ബി മാലേയം. ഇതാണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം, ചില ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്നും കൂടെ ആദ്യം തൊട്ട് ഒന്ന് ഓട്ടിച്ച് വായിച്ചേക്കാം. 1 ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡി, 3 ബി, 4 സി, 5 എ, 6 ബി, 7 സി, 8 ഡി, 9 ബി, 10 സി, 11 ബി, 12 എ, 13 സി, 14 സി, 15 സി, 16 ബി, 17 ഡി, 18 ഡി, 19 എ, 20 ഡി, 21 എ, 22 എ, 23 സി, 24 ബി, 25 ബി, 26 ഡി, 27 എ, 28 ഡി, 29 ഡി, 30 സി, 31 സി, 32 ഡി, 33 എ, 34 സി, 35 എ, 36 മഴ ബി, 37 സി, 38 ബി, 39 സി, 40 ബി, 41 ഡി, 42 സി, 43 ഡി, 44 എ, 45 ഡി, 46 സി, 47 സി, 48 ഡി, 49 സി, 50 ബി, 51 ഡി, 52 ഡി, 53 ബി, 54 സി, 55 എ, 56 ബി, 57 ബി, 58 സി, 59 സി, 60 ഡി, 61 എ, 62 ബി, 63 സി, 64 ബി, 65 എ, 66 എ, 67 ഡി, 68 ബി, 69 എ, 70 എ, 71 ബി, 72 സി, 73 ഡി, 74 ബി, 75 ബി, 76 സി, 77 ബി, 78 സി, 79 ഡി, 80 ബി, 81 ബി, 82 ഡി, 83 ബി, 84 ബി, 85 ഡി, 86 സി, 87 ബി, 88 ഡി, 89 എ, 90 സി, 91 സി, 92 എ, 93 എ, 94 ബി, 95 എ, 96 എ, 97 സി, 98 എ, 99 സി, 100 ബി. ഇതാണ് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡിൻ്റെ ഉത്തരസൂചിക തന്നിട്ടുള്ളത്. ഇതിൽ മിക്കവാറും 3-4 ക്വസ്റ്റ്യനൊക്കെ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ നാം പിന്നെ ഉത്തരം ഫൈനലായിട്ട് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള തുടർന്നും വീഡിയോസിനും LDCയുടെ റാങ്ക് മേക്കിംഗ് ചോദ്യത്തിനും ഹോട്ട് ടോപ്പിക്സിനും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനും എല്ലാത്തിനായിട്ടും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.